നമസ്കാരം. പത്തനംതിട്ട നഗരമധ്യത്തിൽ ആളൊഴിഞ്ഞ ഷെഡിൽ അവശനിലയിൽ കണ്ടെത്തിയ വയോധികന് സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച് MLA എബിൻ വർക്കി. പത്തനംതിട്ട നഗരത്തോട് ചേർന്നുള്ളൊരു ഷെഡിലാണ് നന്ദുക്കാട് സ്വദേശിയായ 70-കാരനായ സുകുമാരൻ എന്ന ആൾ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി അദ്ദേഹം ഇവിടെ കഴിയുന്നു. 1 മാസക്കാലമായി അദ്ദേഹം അവശ നിലയിലാണ്. ഭക്ഷണം പോലും ശരിയായ വിധം കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്നാൽ അധികൃതരൊക്കെ പലരും വന്ന് നോക്കിയിട്ടും അദ്ദേഹം പോകാൻ തയ്യാറായില്ല. MLA എബിൻ വർക്കിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഇവിടെ എത്തുകയും അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുകയും പിന്നീട് ഭക്ഷണമൊക്കെ വാങ്ങി നൽകി അദ്ദേഹത്തിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസറെ വിവരം അറിയിക്കുകയും ജില്ലാ ഓഫീസർ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിനെ ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സുകുമാരൻ എന്ന വ്യക്തി വീട്ടിൽ പോകാതെ ഈ സ്ഥലത്ത് കഴിയുകയായിരുന്നു. കോഴിക്കോട് സെക്യൂരിറ്റിയായി ജോലി ചെയ്ത് വരികയായിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടിലേക്ക് പോകാൻ മടിയായതിനെ തുടർന്നാണ് ഇവിടെ കഴിഞ്ഞത്. ഏതായാലും MLA എബിൻ വർക്കിയാണ് ഇപ്പോൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. കുറച്ചു നേരം മുമ്പാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ജയിൽപ്പെട്ടത്. വേണ്ട എല്ലാ മെഡിക്കൽ പരിശോധനകൾക്കും ശേഷം അദ്ദേഹത്തിന് ഷെൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഷെൽട്ടർ അനുവദിക്കും. അതല്ല, ഇനി മനസ്സിലാക്കുന്ന ചില കുടുംബ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, അങ്ങനെയാണ് അദ്ദേഹം വന്നതെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് വഴി ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിചരണത്തിനൊക്കെ ശേഷം തീരുമാനിക്കുന്നതാണ്.